നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഉള്ളി വാട്ടാൻ തുടങ്ങാം. ഉള്ളി നല്ലപോലെ വാടിയാലേ നമ്മളെ മസാല നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് വാട്ടുക. പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കുക. പിന്നെ അതിലേക്ക് ചപ്പും പുതിനയും ചേർക്കുക. അതും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ഇടാം കേട്ടോ. നമ്മൾ 3 മസാലപ്പൊടി അതിലിടുന്നുള്ളത് കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും. ഈ പൊടി മാത്രമായിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. നമ്മൾ പൊരിക്കാതെ കേട്ടോ ചിക്കൻ ഉണ്ടെന്ന്. പൊരിക്കാതെ ഇടുമ്പോൾ നമുക്ക് ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും ഈ മസാലയ്ക്ക് നല്ലപോലെ ഇറങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വെക്കട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല തൈര് ചേർക്കട്ടോ. തൈര് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയാണ്. അപ്പോൾ തൈര് ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക. ബിരിയാണിയുടെ മസാല റെഡിയാണ്. അടുത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാക്കുന്ന ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നിലക്ക് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ആ റൈസ് റെഡിയായി ദമ്മിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ദമ്മ് പൊട്ടിക്കുക. അടിപൊളി മണം. ഏതായാലും നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിട്ട് ഉഷാറ് ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ.